ഗൈസ്, ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് അടുത്ത ട്രിപ്പാണ്. ഇന്നാണെങ്കിൽ നമ്മൾ വിക്ടോറിയ വഴിക്കൊക്കെയാണ് പോകുന്നത്. ട്രക്ക് എടുത്തിട്ടുണ്ട്, ട്രക്ക് മുതലാളിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ കൂടെ വീഡിയോയിലുള്ളതാണ് ജെബിൻ. അതേ നന്ദനയുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ, വർഗീസ്, പിന്നെ ജെബിൻ്റെ വൈഫ് ഷേബ. ഹായ് ഷേബ. അപ്പോൾ BC-യിൽ ഞങ്ങളിപ്പോൾ വാൻകൂവർ ഐലൻഡാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പം വാൻകൂവർ ഐലൻഡിൽ എന്ന് വെച്ചാൽ BC-യുടെ ഹോൾ ക്യാപിറ്റലാണ് കേട്ടോ വിക്ടോറിയ. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലാണ് വിക്ടോറിയ. അപ്പോൾ അവിടെ കുറച്ച് അതിന് സമീപമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇന്ന് പോയി കാണാനാണ് നമ്മുടെ പരിപാടി. ഇല്ല, ഞാൻ വാങ്ങിച്ചോളാം. എനിക്കടാ. അയ്യോ ശരിയാ, ഷേവ് വരുന്നില്ലല്ലേ. അപ്പം നമ്മുടെ യാത്ര പുരോഗമിക്കുന്നുണ്ട്. നമ്മളിനിയിപ്പം 11 മിനിറ്റ് കൊണ്ട് നമ്മുടെ അവിടെ എത്തും. കിങ്സ് ഹോൾ ട്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഐ സെഡ് ദാറ്റ് റൈറ്റ്, ബട്ട് നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. 19 more minutes. നമ്മുടെ എന്തുവാ പമ്പ് ഷേബ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഷേബയാണ് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വർക്കൗട്ടാ. അന്നേരം അപ്പം ഇവിടെ ആപ്പിൾ ഉണ്ട്, പിന്നെ ഇതെന്തോ ഇത് കശുവണ്ടി ഉണ്ട്. ഓ കപ്പലണ്ടി അല്ലേ. ബ്ലഡി തൊഴുപുഴ പീപ്പിൾ വിൽ സേ ദാറ്റ് ഈസ് കടല. കടല എന്ന് വെച്ചാൽ ചിക്പി. പക്ഷെ ഏതോ സ്ഥലത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ വിളിക്കുന്നത്. കടല മിഠായി അല്ല, അതായത് കപ്പലണ്ടി മിഠായി. ഇതിനകത്ത് ഓറഞ്ച് ഉണ്ടായിരുന്നു. പുഴുത്തി വെച്ചേക്കുവായിരുന്നല്ലേ, പുഴുത്തേഷ്. അത് ഒരെണ്ണേ ഉള്ളൂ, ആർക്കും ഇല്ലെന്ന് പറയാം. ഇത് ഒരൊറ്റ സമയം കൊണ്ട് ഇത് കഴിച്ചു കഴിയില്ല നമ്മള്. വർഗീസിന്റെ സന്തോഷം കണ്ട എലി പുന്നല് കണ്ട പോലെ ഉണ്ട്. ജോസേട്ടാ അണ്ടി തീർന്നു കേട്ടോ. അങ്ങനെ ഓരോന്നെടുത്തുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, സീറ്റ് നിർത്താം, നമുക്കിനി ഇറങ്ങാം. യെസ്, പുറത്തേക്ക് പോകാം. കമോൺ, ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ട്രസ്സിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതിനെങ്ങനെയാണ് ഇത് വിവരിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹാരി പോട്ടറിനകത്ത് അവർ ഹോഗ്വാർട്സിലേക്ക് പോകുന്ന പാലമില്ലേ, ആ ഹോഗ്വാർട്സിലേക്ക് പോകുന്ന പാലത് ഇതെല്ലാം ഐസ് ആണല്ലോ. അവിടെ ഉള്ളൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. തിരിച്ച് അവിടുന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കി കാണാം, ബോർഡിലൊക്കെ നല്ല കോടാണ്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇതുണ്ടോ, പുകയാണോ, കോടയല്ലേ? ഓ സോറി ഗൈസ്, അത് ഫുൾ പുകയായിരുന്നു, കോടയല്ലായിരുന്നു. അതെന്തായാലും പാളി. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നല്ല ഒന്നാന്തരം ലേക്ക് ഫ്രണ്ട് വ്യൂ ഉള്ള പ്രോപ്പർട്ടി ഒക്കെയാണ്. ഭയങ്കര സൂപ്പറാണ്, രസമുണ്ട്, കൊള്ളാം. ഗൈസ്, നമ്മളപ്പോൾ ഒരു ചായയും കടിയും കഴിക്കാൻ വേണ്ടിയിട്ട് കനേഡിയൻസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് ടിം ഹോർട്ടൻസ്. അപ്പോൾ ഇവിടെ കയറി ചായ കടിയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെതറൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് $10 നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാല്ലേ ടിമ്മിൽ വന്നാൽ.
ഈ വർഗീസിനോട് എന്തിനാ വേണം ചോദിക്കുന്നത്? അവൻ എന്ത് തീട്ടം കിട്ടിയാലും വേണമെന്നേ പറയത്തുള്ളൂ. ചോദിക്കാതെ ഇങ്ങോട്ട് ചോദിക്കും തരുമോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മൾ പോകുന്ന സൂക്കിലെ ലൊക്കേഷനിൽ എവിടോട്ടാണ് പോകുന്നത്? സൂക്കിലോട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്തോ ഒരു സാധനം കാണാൻ പോവാണ്. സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഓഫ് വാൻകൂവർ, വിക്ടോറിയ, സൗത്ത് ഓഫ് വാൻകൂവർ അല്ല, വാൻകൂവർ ഐലൻഡ്, ഐലൻഡിൻ്റെ സൗത്ത് വിക്ടോറിയയുടെ ഒരു വെസ്റ്റ് ഭാഗമൊക്കെ ആയിട്ട് വരും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല കാനഡയിലൊരു കൈൻഡ് ഓഫ് ഒരു ട്രോപ്പിക്കൽ വെതർ പോലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് ഈ സൂക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ. പുറത്ത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇവരോട് ചോദിച്ചത് എവിടെ ഈ പോത്ത് ഹോൾസ് ഉള്ളതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇച്ചിരി അങ്ങോട്ട് നടക്കുന്നുണ്ടേ, അവിടെ 10 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് കൂടുതൽ നടക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും. ഇന്നാണെങ്കിൽ ഒരു ഹൈക്ക് മൂഡ് വരുന്നില്ല. ഞങ്ങളെല്ലാവരും ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ആപ്പാടെ ടയർഡായിപ്പോയി. അങ്ങനെ നന്ദനയാണെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ ചുരുണ്ടു. ഓക്കെ, വർഗീസ് മുമ്പിൽ തന്നെ പോകുന്നുണ്ട്. എന്തിനോ എന്തോ. ഓക്കെ, എല്ലാം അറിയാവുന്ന. ഇവിടെ അതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ നമ്മൾ മുമ്പേ ചോദിച്ച ആ ചേച്ചി പറഞ്ഞത്. ഇതേടാ സൂക്ക് പോത്ത് ഹോൾസ് റീജിയൻ ഇവിടെ. അപ്പോൾ നമ്മൾ നടന്നൊരു പാറയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നൊന്ന് നോക്കാമെന്ന് വിചാരിക്കും ഇവിടെ പോത്ത് ഹോൾസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു ഇതുണ്ടോ, ഇതൊക്കെ സംഭവം എല്ലാം ഐസായിട്ടിരിക്കുക കേട്ടോ. ഇത് ഈ പാറക്കെട്ടിൻ്റെ ഇടയിലുള്ള വെള്ളമൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ എല്ലാം ഐസാണ്. ഇതല്ല വർഗീസ് അവിടെ ചെന്ന് അഗാധതയിലേക്ക് നോക്കി നിൽക്കുക. ഏകാന്തതയുടെ അപാരതീരം. ഓ എന്ത് ദൈവം, എന്ത് തിന്നുന്നുണ്ടല്ലോ ഇത്. കാരണം ഇത് ഓ മാൻ, ഈ വ്യൂ ഉണ്ടോ എടാ. ഇത് നിൽക്കുന്ന സൂക്ഷിച്ച് വേണം കേട്ടോ. ഈ പാറ തെന്നുന്നുണ്ടേ. എടാ വർഗീസ് ഒത്തിരി അറ്റത്തോട്ട് പോകണ്ട കേട്ടോ, കാരണം പാറയും തെന്നി വെള്ളത്തിൽ വീണാൽ പ്ലിസ്ക്കെന്നിരിക്കും. നമ്മളപ്പം പോത്ത് ഹോൾസ് പ്രോപ്പറായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കാരണത്തോട്ട് പോയിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്ത് പാർക്ക്? കോണർ മെക്ഗ്രഗറോ എഡ് മെക്ഗ്രഗർ പാർക്കിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വിക്ടോറിയയിലെ വ്യൂയിങ് ലൊക്കേഷൻ. 75 മീറ്റർ അങ്ങോട്ട് എന്തോ നടക്കാൻ അവർ പറയുന്നുണ്ട്. ഇത് ഇവിടെ പക്ഷേ ഇത് 75 മീറ്റേഴ്സ് എന്നാണ്. ഇവിടെ ജമിനാണെങ്കിൽ ഉത്തരവാദിത്വ ബോധമുള്ള പൗരനാവുന്നു, എല്ലാം കറക്റ്റായിട്ടൊക്കെ ഇടുന്നു. ദൂരേന്തേ നന്ദന കാർത്തികേയൻ നടന്നു വരുന്നുണ്ട്. നമ്മളുണ്ടായിരുന്ന ഷേബയെ കാണുന്നില്ലല്ലോ. ഓ ദേ വരുന്നു ഷേബ. പിടിക്കാം സൂക്ഷിച്ചിറങ്ങ. ആ ഷെബെ പിടിക്കുകയൊന്നും വേണ്ട. പിടിക്കണോ? ആ ഇനി അതുവഴി അങ്ങ് ഇത് നല്ല വുഡൻ ട്രെയിലാണേ. ഇവരിവിടെ സൈഡിലൊക്കെ ചെയ്തേക്ക് നല്ല ഭംഗിയുണ്ട്. ഇത് രസമുണ്ട് കാണാൻ. ചാടി ഇറങ്ങി ഓടി വരികയാണ്.
ഇത് ഇവിടെ കുറേ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് നങ്കൂരം വിട്ട് കിടപ്പുണ്ട്. കൊള്ളാം. യെസ്, നൈസ് വ്യൂ. ഓ, ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ കടലിലേക്ക് നോക്കി എൻജോയ് ചെയ്തിരിക്കുന്നൊരു സ്പോട്ടാന്ന് തോന്നുന്നു. ഇവിടെ സീ പ്ലെയിനൊക്കെ എടുക്കുന്നുണ്ടോ അതെനിക്കറിയില്ല. ഉണ്ടോ? സീ പ്ലെയിൻ ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പോൾ നമ്മൾ അതുവഴിയൊക്കെ പോയിട്ട് തിരിച്ച് ഇനിയിപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് പോവാം. നമ്മളിവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. അവിടെ തായ് ഫുഡാണ് അവരെ ഫുഡ് ട്രക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ ജസ്റ്റ് ഒന്ന് പോകും. വർഗീസിന്റെ ഫ്രൈസ് തിന്നാനാണ് സ്ത്രീജനങ്ങൾ പറയുന്നത്. അതായത് ഒരു വണ്ടി ഇവിടെ ഇങ്ങനെ പഴയ GMCയുടെ വണ്ടിയൊക്കെയാ. ഇത് മൂവ് ചെയ്യുന്നല്ലോ കണ്ട. കട്ടപ്പുറത്തായത്. നമ്മള് കട്ടപ്പുറത്തെന്ന് പറയുന്നത് നമ്മള് ഇതിപ്പോ കറക്റ്റ് കട്ടപ്പുറത്ത്. പക്ഷെ ബിസിനസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ബ്രൂവിങ് കമ്പനി കേട്ടോ, സൂക്ക് ബ്രൂവിങ് കമ്പനി. ഇത് ജസ്റ്റ് കയറി ഇതിനകത്ത് കണ്ടാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഇതെന്തോ ഇത്? ഞാൻ ബർഗർ മാത്രം, അതിൻ്റെ കൂടെ ഫ്രൈസും വരുന്നത്. ഇതുണ്ട്, ഇതൊരു ടെക്നോളജിയാണ്. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമല്ലേ റെഡി ആകുമ്പോൾ? ഫുഡ് വരുമ്പോൾ ഷേക്ക് ഫ്ലാഷിംഗ് ലൈറ്റ്. ഓ, വർഗീസ് ടെക്നോളജി വെച്ചാ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വർഗീസിന് ഫുഡ് കിട്ടും. പിന്നെ വർഗീസ് വൈബ്രേറ്റ് ചെയ്ത് ഫുഡ് വാങ്ങിച്ചു. ഫുഡ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പോലെ. അതെ, ടിമ്മിലുള്ള എല്ലാം ഇവിടെ ഒരു ബർഗർ കൂടെ നീ ഒരാള് ഇവിടെ 4 കടി. ചെറിയ ചതിയല്ലായിരുന്നു. ഫുഡ് ഇതാ വരികയായി. നമുക്ക് വർഗീസിന്റെ ഫുഡ് നോക്കാം. കൊണ്ടുവാടാ. ആ, യെസ്, ഇതാ കലപ്പേന്തിയ കർഷകൻ. എനിക്ക് ആദ്യം ഫുട്ടേജ് കാണിക്കും, ഞാൻ നോക്കട്ടെ. എന്ത് വർഗീസ് എടുക്കുക, അത് ഒരു ബൈറ്റ് കാണിച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളേ കാണിച്ചേ. ഓ, ഇത് ഫ്രൈഡ് ഒനിയൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ലെറ്റസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത്? ചീസ്. ഓ, ചീസ് ഇത്തിരി മെൽറ്റഡായി. പാറ്റി ഫ്രഷ് പാറ്റിയാന്നോടാ? അതോ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ബൈറ്റ് എന്നുള്ളൊരു അഭിപ്രായം എന്തോ? വർഗീസ് മനസ്സിൽ വെക്കും. ആണോ? ഇതേ ഇതിൻ്റെ പേരാണ് ഷെറിംഗാം പോയിൻറ്റ് ലൈറ്റ് ഹൗസ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഇന്ന് അങ്ങോട്ട് നടക്കാം. മാരായിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. നമ്മളങ്ങനെ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പോവാണ്. ഇത് ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് കേട്ടോ. ഇതിവിടെ ഇറങ്ങി താഴോട്ട് പോവാണ്. കോട്ടൂരൻ ഷേബിയൊക്കെ ഫ്രണ്ടിലുണ്ട്.
ഇതുണ്ട്, ഇതിനകത്ത് മറ്റേ ആ ലൈറ്റ് ഹൗസിൻ്റെ ആ പഴയ സാമഗ്രികളൊക്കെ നമുക്ക് കാണാം. ഇത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് പൂട്ടിയൊക്കെ, ഇത് കാണാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ഓൾഡ് ടെക്നോളജീസൊക്കെ അത് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇതൊന്നും എനിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്ന് കുറേ സ്ഥലങ്ങളിൽ പോയി കുറേ ഫുട്ടേജസൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ കുറേ ഡ്രോൺ ഫുട്ടേജ് എടുത്തു. പിന്നെ നമ്മൾ പല സ്ഥലത്ത് പോയി നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ഇന്ന്. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നതിന് മുമ്പേ ഇനിയിപ്പം മിസ്റ്റിക് ബീച്ചല്ലേ, മിസ്റ്റിക് ബീച്ചിലൂടെ പോയിട്ട് നമ്മൾ അവിടെ പോയി സൺസെറ്റൂടെ കണ്ട് ഇന്നത്തെ ഡേ വൈൻഡ് ചെയ്യുവാണ്. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തി. പക്ഷേ എന്നാലും നമ്മളിവിടെ എത്തി, എന്നാലും നമുക്ക് സൺസെറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ലൊക്കേഷനിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഈ ലൊക്കേഷനിലോട്ട് വന്ന് എന്നാലും സൺസെറ്റ് അത്ര വൃത്തിയില്ല. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ആ കാണുന്ന മല US-ഉം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനഡയാണ്. ഈ സീക്ക് അപ്പുറം US ആയത് കേട്ടോ. നല്ല സൺസെറ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനായത് കേട്ടോ. ഇതോടെ നമ്മളെല്ലാവരും സൈൻ ഓഫ് ചെയ്യുമായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലേക്കൊക്കെ ഏർപ്പെടും. വർഗീസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? വെർത്തിട്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെല്ലാവരും ഇന്ന് സൈൻ ഓഫ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങ് പോവായിരിക്കും കേട്ടോ. പക്ഷേ എന്നാലും നല്ലൊരു ഡേ ആയിരുന്നു, വെൽ സ്പെൻഡ് ഡേ. നമ്മളിവിടെ വന്നു, കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, പിന്നെ പല പല സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ ഫോട്ടോസ് എടുത്തു, നല്ല കുറച്ച് ഡ്രോൺ ഫുട്ടേജസൊക്കെ എടുത്തു. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. This is Mallu Maple Tales signing off.